എന്തൊക്കെയാലും ഇപ്പോൾ നടക്കണേ. നമ്മുടെ ടാറ്റ ഹരിയർ ഈ മലമുകളിൽ കയറുന്നു, അതുപോലെ തന്നെ ഓഫ് റോഡ് ടെസ്റ്റ് ചെയ്യുന്നു. മഹീന്ദ്രയുടെ ബി റാലി പോലുള്ള വാഹനങ്ങൾ വരാൻ പോകുന്നു, ദാർ വരാൻ പോകുന്നു. നമ്മുടെ BE6ഉം XUV9ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല റെസ്പോൺസാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടിയിട്ടുള്ളത്. ഒരുപാട് വാഹനങ്ങൾ സെയിലായി പോകുന്നു, അതിനൊക്കെ ഒരുപാട് നല്ല റിവ്യൂസ് വരുന്നു. എനിക്ക് തോന്നുന്നത് ഇനി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു തരംഗം തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ BE6ഉം XUV9ഒക്കെ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു വണ്ടിപ്രാന്തന്മാരുടെ ഇടയിൽ തന്നെ ആ ഒരു ഇത് വന്നതും അപ്പം തന്നെ ഹരിയർ ഇറക്കി വളരെ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ദാർ അതുപോലെ തന്നെ ബി റാലിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ലോ. മഹീന്ദ്ര എന്ന് പറയുന്ന വാഹനം ഓഫ് റോഡിൻ്റെ രാജാക്കന്മാരെന്ന് അറിയാലോ. അപ്പോൾ ടാറ്റ ഹരിയർ മലമുകളിലാണ് കയറ്റെങ്കിൽ ഇവരുടെ ഇനി ഓഫ് റോഡ് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യാൻ പോകണമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തൊക്കെയായാലും നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സ് ആയിട്ടുള്ള ടാറ്റ ആയാലും മഹീന്ദ്ര ആയാലും ഈ ഒരു രംഗത്തേക്ക് നല്ല കോമ്പറ്റീറ്ററായിട്ട് വരുമ്പോൾ ഒരുപാട് നല്ല വാഹനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഇറങ്ങുമ്പോഴും ആ ഇലക്ട്രിക് വാഹന രംഗത്തിൻ്റെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന് നല്ല മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു ഒരുപാട് പമ്പുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാം മാക്സിമം എന്താ പറയുക EV ചാർജ് ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ തന്നെ മാക്സിമം നല്ല നല്ല സൗകര്യങ്ങളുള്ള ഹോട്ടലുകളിലും, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ മൊബൈൽ EV ചാർജിങ് സ്റ്റേഷനുകളും, അതുപോലെ തന്നെ ഈ ബാറ്ററി സാപ്പ് ടെക്നോളജീസ് ഒക്കെ ഒരുപാട് വരുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും വലിയൊരു മാറ്റം ഇനി വരാൻ പോകുന്നുള്ളൂ. എന്തായാലും ഈ ഒരു മാറ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹരിയർ ആണോ, BE6 ആണോ, XUV9 ആണോ, അതില്ലെങ്കിൽ കിയയുടെ വണ്ടികളാണോ, ഏത് വാഹനമാണോ ഇഷ്ടപ്പെട്ടതെന്നും കൂടി കമൻറ്റ് ചെയ്തേക്കുക. അതിൻ്റെ റീസൺ കൂടി കമൻറ്റ് ഇട്ടേക്ക്.